ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് കുഞ്ഞുമായിട്ട് പോകുന്ന സമയത്ത് ഒരു 3 to 4 months ഏജുള്ള കുഞ്ഞുമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കേണ്ടത്, കുഞ്ഞിൻ്റെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മറക്കാതെ പാക്ക് ചെയ്ത് വെക്കണം, എങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്, അങ്ങനെയും പറയാം. അപ്പോൾ ഞാൻ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ പൊങ്കലിനായിട്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാവേൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് മോൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത്, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തത്, ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മറക്കാതെ ഇതുപോലൊരു നോട്ട് പാഡിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളെ സാധനങ്ങൾ എന്ത് തന്നെയാണെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കുഞ്ഞിൻ്റെ സാധനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ സാധനം ആയിരുന്നാൽ പോലും ഹി ഓർ ഷീ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെ മാക്സിമം എവിടെ പോയിരുന്നാലും ആ ഒരു കംഫർട്ടബിളായിട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക, ഒരു വയസ്സ് വരെ എങ്കിലും. അത് കഴിഞ്ഞാൽ എന്താ പറയുക, അവർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആവും. അപ്പം പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം അവർക്ക് വയ്യാണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്നതാണ് അമ്മ നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയാറാകും അവർ. പക്ഷെ അതിന് മുന്നേ വരെ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ നിന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ചെറി ബേബിയുടെ, എൻ്റെ മോൻ്റെ പേരാണ് ചെറി ബേബിയുടെ ഔട്ട്സൈഡ് ഡ്രസ്സാണ്. മീൻസ് നമ്മൾ പുറത്തിട്ടുകൊണ്ട് പോകുന്ന നല്ല ഡ്രസ്സൊക്കെ. അപ്പം ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. നാളെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലെ മടക്കി വയ്ക്കുക. കാരണം അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് ആ കവർ എടുക്കുന്നത്, ഇപ്പം ഞാൻ അവൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ അങ്ങനെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു ടവൽസ് ആയിരുന്നാലും ഡ്രസ്സായിരുന്നാലും മസ്ലിൻ ക്ലോത്ത്സ് ആയിരുന്നാലും എല്ലാം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ബാഗ്സിലാക്കിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പുറത്തിടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇതുപോലെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബാത്തിങ് ടവൽസും അവൻ്റെ വേറെന്താണ് നമ്മുടെ മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്പ്, അതൊക്കെ കുഞ്ഞു കുഞ്ഞു സ്മോൾ ടവൽസ്, ഇതൊക്കെ ഈ ഒരു കവറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ മിറ്റൻസ്, സോക്സ് മീൻസ് ബൂട്ടീസ് അത് വരുന്നുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്, കുഞ്ഞു ടവൽസ് വരുന്നുണ്ട്, ബാത്തിങ് ടവൽസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സാണ്, അതും സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു കവറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതൊരു കവറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലങ്കോട്ട്സ് അവൻ അധികം ആ വീട്ടിലിരുന്ന ഡ്രസ്സിൽ തന്നെ ഞാൻ ലങ്കോട്ട്സ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് കുതിരും, എന്നാലും ഞാൻ 2-3 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെട്ട് തുണികളാണ്, അതായത് നമുക്ക് എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ മുണ്ട്, ഒരു അലക്കിയ മുണ്ട്, ഞാനൊരു 15-20 പീസസോളം എല്ലാം കൂടെ ചേർത്ത് വരുന്നുണ്ട്. ആ ഒരു മുണ്ട്, പിന്നെ അമ്മേൻ്റെ ഒരു കോട്ടൺ ഷോള് അലക്കിയതുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒരു 10-20 പീസ് ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഒരു 10 to 14 days ഞാനവിടെ എന്തായാലും സ്റ്റേ ചെയ്യും. അപ്പോൾ അത്രയും ദിവസത്തേക്ക് വേണമല്ലോ. പിന്നെ നമുക്കത് വാഷ് ചെയ്ത് എടുക്കാം. പിന്നെ കട്ടി തുണി എന്ന് പറയുമ്പോഴത്തേക്കും അതേതാ, നമുക്ക് ഈ 2 മടക്കുള്ള തുണികളുണ്ടല്ലോ, അത് നമുക്കിതുപോലെ വിളമ്പടിച്ച് നമുക്ക് അവരെ എടുക്കാനും പൊതിഞ്ഞെടുക്കാനും ഒക്കെ, വീട്ടിലൊക്കെ ഉള്ള സമയത്ത് പൊതിഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു കട്ടിയുള്ള തുണി. പിന്നെ നമ്മുടെ റബ്ബർ ഷീറ്റ് എന്ന് പറയുമ്പോൾ കുളിപ്പിക്കാനുള്ളതാണ്, ഞാനത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ബാത്ത് എസെൻഷ്യൽസ്, അവരെ കുളിപ്പിക്കാനുള്ള എസെൻഷ്യൽസ് ആണ്. അവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, എണ്ണ, ബോഡി ഓയിൽ, ഹെയർ ഓയിൽ, പിന്നെ എന്താണ് എല്ലാ എന്താ പറയുന്നത്, വേറെ എന്താണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അവരുടെ ബോഡി മിൽക്ക്, ബോഡി ലോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെഡിസിൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടെ നല്ല തണുപ്പാണെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ നാസൽ ഡ്രോപ്സ് ഡോക്ടറിനെ പോയി കണ്ട്, മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡോസേജ് എന്നൊക്കെ ചോദിച്ച് ഞാൻ നേരത്തെ പോയി കണ്ട് നാസൽ ഡ്രോപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഡോക്ടറിനെ പോയി കണ്ടിട്ട് തന്നെ വാങ്ങുക. ഞാൻ ഡോക്ടർ തന്ന് ഞാൻ ഇവന് ഉപയോഗിച്ചിട്ടുണ്ട് ആ നാസൽ ഡ്രോപ്സ്. ഇടയ്ക്ക് ചെറിയൊരു മൂക്കടപ്പ് പോലെ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും അത് തീർന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഐ തിങ്ക് ഞാനത് പാക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഒരു
നിഗമനം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അതെ, പാക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ നാസൽ ഡ്രോപ്സ്, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ തുള്ളി മരുന്ന് ഡെയിലി നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ അത്. പിന്നെ കാൽപോളിൻ്റെ, അത് നമുക്ക് വാക്സിനൊക്കെ എടുക്കുന്നതുകൊണ്ട് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണും. അത് തീരാറായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വാങ്ങി വെക്കുക. പിന്നെ നമ്മുടെ കോളിക്കൈഡ്, നമുക്ക് 4 months ഒക്കെ ആറാകുമ്പോൾ കോളിക്കൈഡ് ആവശ്യമില്ല, എന്നാലും 3 months താഴെയാണ്, കമരുന്നതിനൊക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ കോളിക്കൈഡ് വളരെ അത്യാവശ്യമാണ്. ഞാൻ എന്നാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെന്താണ്, കാൽപോള്, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു 4 മെഡിസിൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡോളോ എടുത്തു വെക്കുക, പിന്നെ കരിപ്പട്ടി കാപ്പി, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഒരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഞാൻ ഈ കരിപ്പട്ടിയിൽ തന്നെ എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് ഈ എക്സ്പോയിലൊക്കെ കിട്ടും. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ കൂടെ പറയാൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് അത് പകരില്ല, അസുഖം പകരില്ല, നമുക്ക് നല്ല മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവും, അവരെ നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെഡിസിൻ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു വയ്ക്കാം. പിന്നെ അവരുടെ ടർക്കി, അത് ഹുഡഡ് ആയിട്ടുള്ള ടർക്കി ആയിരുന്നാലും അല്ലാണ്ടുള്ളതായിരുന്നാലും എല്ലാം എടുത്തു വയ്ക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാപ്കിൻസ്, അതെടുത്ത് വയ്ക്കാം. പിന്നെ നമ്മളെന്ത് പറയാനാണ്, നാപ്കിൻസ് എടുക്കുന്ന സമയത്ത് ഒരെണ്ണം ഞാൻ ഇത് പൊട്ടിച്ചതാണ്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇനി പെട്ടിയിലാക്കും. പിന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ, നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ ഇടുന്ന സമയത്ത് പ്ലാസ്റ്റിക് കവറിൽ മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ ലൂസായിട്ട് ഇടാറില്ല, പ്ലാസ്റ്റിക് കവറിൽ ഇടാറുള്ളൂ. കാരണം നമ്മൾ പല സാധനങ്ങളും അതിൽ ഇടണമല്ലേ, കുഞ്ഞുങ്ങളുടെ മോസ്റ്റ് പ്രൈവറ്റ് ആൻഡ് മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയയിൽ വെക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് ഹൈജീനിക് ആയിട്ട് കെയർ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ 2 മാസ്ക് ഇട്ടിട്ടുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ടാണ്. നാപ്കിൻസ്, പിന്നെ ടോയ്സ്, അവർക്ക് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ കീ കൊടുക്കുന്ന ഒരു പാവയാണുള്ളത്, അത് അവിടെ ഇരിപ്പുണ്ട്. അതിങ്ങനെ ഡ്രംസ് കൊട്ടണ ഒരു പാവ. അപ്പം ആ ടോയ്സ് അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക. പിന്നെ വെറ്റ് വൈപ്സ് ഞാനിപ്പോൾ ഒരെണ്ണം ചെറിയ ഒരെണ്ണം അത് ബാഗിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ വലിയ ഒരെണ്ണം ഞാൻ പെട്ടിയിൽ ഇപ്പം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഗ്രൂമിങ് കിറ്റാണ്. ഗ്രൂമിങ് കിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗഡർ, ബഡ്സ്, കരി, എന്താ പറയാനാണ്, പൗഡർ പഫ്സ്. ഞാൻ പൗഡർ പഫ് അല്ല, ഞാൻ മേക്കപ്പ് ബ്രഷിലാണ് ഞാൻ അവന് പൗഡർ വെച്ചുകൊടുക്കുന്നത്. കാരണം ഞാൻ മുഖത്തുനിന്ന് പൗഡർ യൂസ് ചെയ്യാറില്ല, ബോഡി മിൽക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആ കരി എഴുതുന്ന സമയത്ത് അത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പൗഡർ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ എടുത്ത് നമുക്കും അവരെ നോക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, അവരും അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. മാക്സിമം അവരെ ഈ ഒരു ഏജിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ഓർണമെൻറ്റ്സ്, നമ്മൾ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ത്രൂ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ത്രൂ ട്രെയിൻ ആയിക്കോട്ടെ, എങ്ങനെയായിരുന്നാലും. അപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിലാണ് പോകണേ. അപ്പോൾ ട്രെയിനിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് മാക്സിമം ഗോൾഡൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബേബിക്ക് നെയിമിങ് സെറമണിക്ക് ശേഷം മാല ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ നമുക്ക് കൊണ്ടുപോകാൻ, അവിടെ പൊങ്കലായതുകൊണ്ട് നമുക്ക് മാലയൊക്കെ ഇടണം. അപ്പം അങ്ങനത്തെ കുറച്ച് ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അവരുടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പുറത്തോട്ട് സ്റ്റേ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആവേണ്ടത് ഞാനിപ്പം പാക്ക് ചെയ്തത്. ഒരുപാട് സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തു, കുറച്ച് സാധനങ്ങൾ ഇനിയും പാക്ക് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ എഴുതിയിട്ടില്ല, ഇപ്പോൾ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ഡ്രൈ ഷീറ്റ്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ നാപ്കിൻ വയ്ക്കത്തില്ലല്ലോ, സ്നാഗിയൊന്നും നമ്മൾ വയ്ക്കത്തില്ല. അപ്പോൾ അത് കിടത്തിയിട്ട് അവർ യൂറിൻ പോയാലും പ്രശ്നമില്ല. അപ്പം ഡ്രൈ ഷീറ്റ് ഞാനൊരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബേബീനെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അവരുടെ എന്താ പറയുക, നമ്മൾ പോയി നിൽക്കുന്ന സ്ഥലം അത് നോക്കിയിട്ട്, ഇപ്പം ഞാനിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ടും അവർ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ തുടച്ചെടുക്കാനുള്ള തുണി കാര്യങ്ങളൊക്കെ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തേക്കുക. സോ അത് ഞാൻ എൻ്റെ
ഞാൻ എൻ്റെ ഒരു പാക്കിംഗ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.